ഞാൻ ഒരു ഉറപ്പ് പറയും, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാണത് ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ പോക്സോ കേസിൽ നിന്നെ പെടുത്തും. പൈസയാണ് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ MRZ തൊപ്പിക്ക് പറ്റിയ അബദ്ധങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് സ്ക്രിപ്റ്റ് ആണോന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്കെന്തായാലും ഇപ്പം ഇൻസ്റ്റയിലും യൂട്യൂബിലും കുറെ കത്തി നിൽക്കുവാണ് തൊപ്പിയും ഗ്യാങ്ങും. അടിച്ചു പിരിഞ്ഞോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, സ്ക്രിപ്റ്റ്, ഐ വിഷ് ബ്രോ ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു, സത്യം പറയാമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതൊക്കെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഗൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പുറത്ത് ചാടി വരുന്നു. ഗ്യാങ് മെമ്പേഴ്സ്, ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ പഴയ പോലെ ഫൺ എൻ്റർടൈനിങ് ലൈവ് കൊണ്ടുവന്നു. ഞാൻ ആഗ്രഹിച്ചു തോന്നുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ മനുഷ്യന്മാർ. 3 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യമാണ്. 3 മാസം മുമ്പ് ഞാൻ ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിനുള്ളിൽ ഉള്ളിൽ കൊണ്ട് ഞാൻ ജീവിക്കാം. അല്ലല്ല, ഞാൻ പറയുന്ന ഓരോ വേർഡ്സിനും പ്രൂഫ് ആയിട്ടേ ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പോലും ഞാൻ പ്രൂഫില്ലാണ്ട് പറയില്ല. ഓക്കെ, ഈ ലൈവ് തുടങ്ങി തീരുന്നവരെ ഒരു സെൻറ്റൻസ് പോലും. ഇപ്പം ഷമീർ ഇന്നലെ ലൈവ് ചെയ്തു 2 മണിക്കൂർ ഇരുന്ന് പാച്ചക്കള്ളം സംസാരിച്ചു എന്നെക്കുറിച്ച്. പാച്ചക്കള്ളം 2 മണിക്കൂർ. ഓക്കെ, ഞാൻ ഇത് എത്ര സമയം ലൈവ് ചെയ്യുന്ന അറിയില്ല. 2 മണിക്കൂർ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറിൽ ഓരോ സെൻറ്റൻസിനും ഞാൻ പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കും. ഓക്കെ, ഓൻ ആ 2 മണിക്കൂറിൽ ലൈവ് ചെയ്തിട്ട് ഒരൊറ്റ സാധനം കാണിച്ചത് ഓൻ്റെ ആഡ്സെൻസ് ഇങ്ങനെ എന്തോ ആക്കിയിട്ട് എന്തോ ഒരു കാണിച്ചിട്ട് ഇങ്ങനെ. നോ ബ്രോ, സോളിഡ് പ്രൂഫ്, എല്ലാം കറക്റ്റ്. എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. ഞാൻ ഒരു ഉറപ്പ് പറയും, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഇതിരുന്ന് പറയണമെങ്കിൽ ആലോചിച്ചോ. ഓക്കെ, സ്ക്രിപ്റ്റ് ഓക്കെ, ഞങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് കിട്ടട്ടെ. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടോ മോനെ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ ഞാൻ അങ്ങ് പോയിക്കോളും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 3500+ സോളിഡ് പ്രൂഫുകളാണ് എൻ്റെ കയ്യിലുള്ളത്. മമ്മു ഹൗസ്, ഓക്കെ, മമ്മുവിൻ്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ. എല്ലാത്തിൻ്റെയും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു തരും. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ ഓൻ്റെ വീട് ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ പൊട്ടനായിരുന്നു. ഓക്കെ, പൊട്ടനായിരുന്നു ഞാൻ. ഇതിൽ സ്ക്രീൻ ഷെയർ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഗൂഗിൾ പേ തുറന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മമ്മുവിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടായത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ. ഓൻ പറഞ്ഞതെന്താ
ഇത്രയും കാലം ഒരുമിച്ച് നിന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാടാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താടാ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദില്, ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കൂന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കൂന്നാ പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഡ്രഗ്സ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസി ഇന്നലെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ പോനെ, ജീവിതത്തിൽ നീ ഒന്ന് മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ എല്ലാം തൂങ്ങിച്ചാവണം. ഓക്കെ, ഞാൻ ഒന്നും ഇനി ചെയ്യൂല. കാരണം ഇത്രയും പ്രശ്നം ഇതായത് എനിക്ക് നിങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മതിയല്ല, ഇങ്ങനെ എനിക്ക് ചെയ്യാം. മനസ്സിലാവും? ഞാൻ ചെയ്യൂല. കാരണം ഇപ്പം ഞാൻ ചെയ്തത് ഞാനാ ചെയ്തതെന്നുള്ളതിലേക്ക് തന്നെ വരും. ഞാനൊന്നും ചെയ്യൂല. ഇപ്പോൾ പറയും ഷമീറ, നീ കരയും, നീ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ ഷമീറ? ഓർമ്മയുണ്ടോ? അത് എവിടുന്ന്? ഈ ടേബിളിന്റെ കറക്റ്റ് നോക്കടാ. ഞാൻ ചൂണ്ടിയ സ്ഥലത്തേക്ക് കറക്റ്റ് ശരത്ത് ചൂണ്ടിയതാണ്ടാ. ഇതാണ് ആ സ്ഥലം. ഷമീർ കരഞ്ഞെന്റെ കാല് പിടിച്ചത്. ക്ഷമിക്കാൻ തന്തയില്ലാത്തവനെ. എന്നിട്ട് എനക്കെതിരെ മൂഞ്ഞാ നിൽക്കുന്നതാടാ. നീ എന്താടാ നീ പറഞ്ഞത്? ബ്ലാക്ക് മെയിൽ എന്തെല്ലാടാ നീ ബ്ലാക്ക് മെയിൽ ചെയ്തത്? മാറി പോക്സോ കേസടാ. അതിൽ വെച്ച് പോക്സോ കേസ് നീ മൂഞ്ചോടാ. നീ